ഹരി ഓം. ഏവർക്കും നമസ്കാരം. നിങ്ങളൊക്കെ സത്സംഗങ്ങൾ കേൾക്കുന്ന ആൾക്കാരല്ലേ? അപ്പോൾ ഇങ്ങനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ തല ഉലുക്കി തരണം, ഇല്ലെങ്കിൽ എനിക്ക് അറിയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒരു കഥ പറഞ്ഞു തുടങ്ങാമെന്നാ ഞാൻ പേടിച്ചു, ചിലപ്പോൾ സ്വാമിജി ആ കഥ പറയുമോന്ന്. ആ കൂടെ നമുക്ക് വളരെ കുറച്ച് കഥകളെ അറിയത്തുള്ളേ. പ്രത്യേകിച്ച് സ്വാമിജി എന്നെ പഠിപ്പിച്ചതും കൂടെ ആയത് കാരണം പുള്ളി പഠിപ്പിച്ച കഥകളെ നമുക്കും അറിയത്തുള്ളൂ. കഥ വളരെ സിമ്പിൾ കഥയാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, സ്ഥിരമായിട്ട് സത്സംഗങ്ങൾ കേൾക്കുന്ന ആൾക്കാരായതുകൊണ്ട്. കഥ ഇതാണ്. ഒരിക്കല് ഒരു നാട്ടില് ഒരു പുതിയ ബ്രഹ്മചാരി വന്നു എന്നാ. സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു പള്ളിയിലച്ചൻ വന്നു എന്നാണ്. ഇത് നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ബ്രഹ്മചാരിയാക്കി. ഓക്കെ, അപ്പോൾ ഒരു പുതിയ മിഷൻ സെന്ററിൽ പുതിയതായിട്ടൊരു ബ്രഹ്മചാരി വന്നു എന്നാണ്. അപ്പൊ ഇയാൾ വന്നു. അപ്പൊ ആദ്യം ഒരു ബ്രഹ്മചാരി വന്നപ്പോൾ ആൾക്കാർ വലുതായിട്ടൊന്നും നോക്കിയൊന്നുമില്ല. പക്ഷെ കുറച്ച് പേര് വൈകുന്നേരത്തെ ക്ലാസ്സിന്, സത്സംഗത്തിന്, ആദ്യത്തെ സത്സംഗത്തിന് വന്നു. ഗംഭീരമായിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ട് ഈ ബ്രഹ്മചാരി വന്നിട്ട് അതിഗംഭീരമായിട്ട് ക്ലാസ് എടുത്തു. ഓക്കെ, കൂടുതൽ പ്രതീക്ഷിക്കരുത് എന്നിൽ നിന്ന്. പക്ഷെ അതാണ്, അതിഗംഭീരമായിട്ട് ക്ലാസ് എടുത്തു. ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് ഈ വന്ന ആൾക്കാർ ഭയങ്കര ഇൻസ്പയർഡ് ആയി. കൊള്ളാലോ, നമ്മൾ വിചാരിച്ച കണക്കൊന്നുമല്ല, ബ്രഹ്മചാരി പൊളിയാണ്, സൂപ്പറാണ്. ഇവരെന്ത് ചെയ്തു, ബാക്കിയുള്ള ആൾക്കാരെ കൂടെ വിളിച്ചുകൊണ്ട് വന്നു. അടുത്ത പ്രാവശ്യം സൂപ്പർ ബ്രഹ്മചാരിയാ, വരണം, പണ്ടത്തെ കണക്കൊന്നും അല്ല, ഗംഭീരാണ് എന്ന് പറഞ്ഞു. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു 50 പേരാണെങ്കിൽ ഈ പ്രാവശ്യം ഒരു 150 പേരായി. ഓക്കെ, പക്ഷേ ഒരു പ്രശ്നം നടന്നു. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, എന്താണോ ആദ്യത്തെ ക്ലാസ്സിൽ ആ ബ്രഹ്മചാരി പറഞ്ഞത്, വള്ളി തെറ്റാതെ അടുത്ത ക്ലാസ്സിലും ഇതേ കാര്യം തന്നെയാണ് ഈ ബ്രഹ്മചാരി പറയാ. തുടങ്ങിയത് തൊട്ട് അവസാനം വരെ. ഈ കഥ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഭാഗ്യം. എന്താ അപ്പൊ എന്താ ഇത് വള്ളി തെറ്റാതെ എന്താണ് ഈ ബ്രഹ്മചാരി അത് തന്നെ പറയാ. അപ്പം ആദ്യം കേട്ട ആൾക്കാർക്ക് ഒരു ഇത്തിരി ചടപ്പ് തോന്നിയെങ്കിലും വിചാരിച്ചോ, പുതിയ ആൾക്കാരെ കണ്ടിട്ടാണ്, അവരൊന്ന് കയ്യിലെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവരത് കേട്ടോണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച സത്സംഗമായി. ബ്രഹ്മചാരി ഒരു മാറ്റവും ഇല്ല, അതേ ഐറ്റം തന്നെ. അപ്പൊ പതുക്കെ ആൾക്കാരെന്താ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. അങ്ങനല്ലേ? ശരി, കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. ഏറ്റവും അവസാനം ഏകദേശം കുറച്ച് 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാളിൽ അവശേഷിച്ചു. ഇയാൾ ഭയങ്കര ഡെഡിക്കേറ്റഡാ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ വരും, വേറെ പരിപാടിയൊന്നുമില്ല, അത് കാരണം കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഇയാൾ ഒറ്റയ്ക്ക് വന്നിരുന്നിട്ടും ബ്രഹ്മചാരി അതേ കഥ തന്നെ. കഥയില്ല. 1 മണിക്കൂർ ഇയാൾ സഹിച്ചിരുന്ന് കേട്ടു. കാര്യം 1 മണിക്കൂറാണ് സത്സംഗം. ഓക്കെ, 1 മണിക്കൂർ കേട്ടിരുന്നതിന് ശേഷം ഇയാള് ക്ലാസ്സിലെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നിർത്താം അല്ലേ എന്ന് പറഞ്ഞിട്ട് ഓം ശാന്തി എല്ലാം ചൊല്ലിയിട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കും പുള്ളി വന്നിട്ട് ചോദിച്ചു, എൻ്റെ ബ്രഹ്മചാരി, നിങ്ങൾക്ക് ഇത്തിരി ഉളുപ്പുണ്ടാ? കാര്യം എന്താ, കഴിഞ്ഞ 5 പ്രാവശ്യവും ഞാൻ ഈ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്, ഒരേ കഥ തന്നെ പറയുന്നു, അല്ലെങ്കിൽ ഒരേ ക്ലാസ് തന്നെ എടുക്കുന്നു. ഞാൻ ഇവിടെ ഇരുന്നത് ഇത് 4 പ്രാവശ്യം ഞാൻ കേട്ടതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി പിടിക്കാമല്ലോ, ആ തമാശയെങ്കിലും മാറ്റി പിടിക്കാമല്ലോ എന്ന്. ബ്രഹ്മചാരി പറഞ്ഞു, എന്താണെന്നറിയോ, എനിക്കറിയാം ചേട്ടൻ ഇത് കേട്ടു എന്ന്, ഞാനിത് പറയുന്നുണ്ട്, നമ്മളിത് എത്ര പ്രാവശ്യം കേട്ടിട്ടും നമുക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഈ മാറ്റം വരാത്തിടത്തോളം കാലം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഇത് കേട്ടുകൊണ്ടേയിരിക്കണം, ഇത് പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇവിടെ ഇനിയുള്ള 3 ദിവസം നമ്മൾ കാണാൻ പോകുന്ന ഒരു കാര്യവും നിങ്ങൾ ഇതിനു മുമ്പ് കേൾക്കാത്തതായിട്ടില്ല. പക്ഷേ നമ്മളിത് വീണ്ടും എത്ര തവണയാന്ന് നമുക്കറിയില്ല. എത്ര തവണ നമ്മൾ കേട്ടാലാണ് നമുക്കത് കത്തുന്നത്, അതുവരെ നമ്മൾ കേൾക്കണം, അതുവരെ നമ്മൾ പറയണം. കേൾക്കാനുള്ള അവസരമാണ് ഇത്, പറയാനുള്ള അവസരമാണ് എന്ത്? ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ, അവിടെ നമ്മൾ എന്താണ് കൃത്യമായിട്ട് ഇത് ചെയ്യണം. ഇത് ഞങ്ങൾ കേട്ടതല്ലേ, ഞാനിത് രാവിലെ ഞെട്ടി. കാര്യം എന്നാ, ഞാൻ പറയേണ്ട 2 കാര്യം അധ്വാനിച്ച് ഓൾറെഡി പറഞ്ഞു. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ഒരു നാണമില്ലാതെ അതേ കഥ ഇനിയും പറയും. കാര്യം എന്നാ, ഇത് നമ്മുടെ ഉള്ളിലേക്ക് പോകും. അപ്പം നമ്മൾ ഇവിടെ കാണാൻ പോകുന്ന എന്താണ് മനസ്സാണ് വിഷയം എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇനിയും കേൾക്കണം, കേട്ടുകൊണ്ടേയിരിക്കും. കാര്യം എന്താ? എങ്കിലേ നമുക്ക് മാറാൻ പറ്റും. പൂജ്യ ഗുരുജി പറയും, പരിവർത്തനം എന്നൊരു വാക്കുണ്ട്, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? പരിവർത്തനം. ഞാനിപ്പോ പറഞ്ഞല്ലേ, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റം. ചേഞ്ച്. അത് തന്നെ ഗുരുദേവൻ പറയുന്നത്, ചേഞ്ച് എന്ന് ഗുരുദേവൻ പറയും, നമ്മൾ പറയും മാറ്റം എന്ന് പറയും. ഓക്കെ, പക്ഷെ വേറെ ഒരു മാറ്റമാണോ?
ഈ പറഞ്ഞ കണക്ക് ഞാൻ മുടിയൊക്കെ ഷേവ് ചെയ്തു, എന്നിട്ട് കുറച്ച് ദിവസം അവിടെ ഇരുന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് താടിയും മുടിയും കിളുക്കും. അതും ഒരു മാറ്റമാണ്. പക്ഷെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വെറുതെ ഉള്ളൊരു ചേഞ്ച് അല്ല. ആണോ? അല്ല, എന്തൊരു നല്ല മാറ്റമാണ്. തേജോമണി സ്വാമിജി പറയും, ഗുരുജി പറയും എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ഈസ് എ ഡെലിബറേറ്റ് ആൻഡ് ഇന്റലിജന്റ് ചേഞ്ച്. മനഃപൂർവമായ ബുദ്ധിപൂർവമായിട്ടുള്ള മാറ്റമാണ് പരിവർത്തനം. ഞാൻ മനഃപൂർവ്വം മാറണം എന്ന് വിചാരിക്കണം, അതേപോലെ ബുദ്ധിപൂർവമായിട്ട് ഞാൻ മാറാൻ ശ്രമിക്കണം. ആലോചിച്ച്. മറ്റേ പണ്ടത്തെ കഥ, ഒരു കഥ കേട്ടിട്ടില്ല? അതായത് എനിക്കറിയാവുന്ന രണ്ടാമത്തെ കഥ എന്താണെന്ന് വെച്ചാൽ, ഒരാള് ഒരു കാളയുടെ കൊമ്പിങ്ങനെ ഇരിപ്പുണ്ട്, അതിൻ്റെ അകത്തുകൊണ്ട് തലയിട്ടു എന്നാ. തലയിട്ടപ്പോൾ ഈ കാള പേടിച്ച് ഓടി. അപ്പോൾ ഇയാൾ ഈ കഴുത്തും വെച്ചോണ്ട് ഓടുന്ന സമയത്ത് നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് കാളയെ നിർത്തിയെന്ന്. എന്നിട്ട് എൻ്റെ ചേട്ടാ ആലോചിക്കാതാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്? അപ്പോൾ എൻ്റെ അങ്ങനെയൊന്നുമല്ല, ഞാനൊരു അരമണിക്കൂറിരുന്ന് ആലോചിച്ചിട്ടാണ് എങ്ങനെ എൻ്റെ അകത്ത് തല കയറ്റണം എന്ന് തീരുമാനിച്ചത്. അങ്ങനത്തെ ആലോചന അല്ല നമുക്ക് വേണ്ടത്. പിന്നെയോ ബുദ്ധിപൂർവമായിട്ട്, അതേപോലെ മനഃപൂർവമായിട്ട് ഞാൻ മാറുമ്പോൾ അത് പരിവർത്തനമാകും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ജീവിച്ചു പോകുന്ന സമയത്ത് എന്താണ്, ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇന്നലെ നമ്മൾ പൂനെ സ്റ്റേഷനിലായിരുന്നു, ഇന്ന് നമ്മൾ വിഭൂതിയിലായിരുന്നു, 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും പൂനെ സ്റ്റേഷനിൽ പോവും. എന്തെങ്കിലും മാറിയോ? മാറി സ്വാമി, എന്താണ് തണുപ്പൊക്കെ കൊണ്ട് പനി വന്നു. അതാണ് അല്ലല്ല. മനഃപൂർവമായിട്ടുള്ള മാറ്റം. ഈ മനഃപൂർവമായിട്ടുള്ള മാറ്റത്തിന് ആദ്യം തുടങ്ങേണ്ടത് മനസ്സിൽ നിന്നാണ്. അതുകൊണ്ടാണ് മനസ്സാണ് വിഷയം എന്ന് വെച്ചത്. രണ്ടർത്ഥമുണ്ട്. എന്തൊക്കെയാ രണ്ടർത്ഥം? ഒന്ന്, ഈ ക്യാമ്പിന്റെ വിഷയം എന്താ? മനസ്സ്. നമ്മുടെ ക്യാമ്പിന്റെ വിഷയം മനസ്സാണ്. അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ കൊളോക്കിയലി പറയുമല്ലോ, ഭയങ്കര വിഷയമാണ് ചേട്ടാ അവിടെ എന്ന് പറഞ്ഞാൽ എന്താ? പ്രശ്നമാണ് എന്നാ. അപ്പം എന്താണ്? മനസ്സാണ് പ്രശ്നം, മനസ്സാണ് വിഷയം. ക്യാമ്പിന്റെ വിഷയം മനസ്സാണ്. അതേപോലെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്താണ്? മനസ്സാണ്. ഓക്കെ, ഈ ബോധ്യം ഉണ്ടായിട്ടാണ്. ഇനിയോ വേണമെങ്കിൽ കുറച്ച് വേദാന്തം അടിക്കുകയാണെങ്കിൽ, ഇടയ്ക്ക് കുറച്ച് വേദാന്തമൊക്കെ കയറ്റുവേ. വേദാന്തം അടിക്കുകയാണെങ്കിൽ എന്താണ്? മനസ്സ് തന്നെയാണ് ഈ വിഷയവസ്തുക്കളാകുക എന്നാണ്. ഒന്നുകൂടെ പറയൂ. അതായത് ഒന്ന് മനസ്സാണ് പ്രശ്നം, അല്ലെങ്കിൽ ഈ ക്യാമ്പിന്റെ വിഷയം മനസ്സാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്? മനസ്സാണ് സത്യത്തിൽ ഓരോ വിഷയവസ്തുക്കളായിട്ട് മാറുക. അതായത് ഇവർ പറയും ശോഭന അധ്യാസം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫാൻ നിങ്ങൾക്ക് സുഖം നൽകുന്നുണ്ടോ? ചില ആൾക്കാർക്ക് ഈ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ സുഖവും, ചില ആൾക്കാർക്ക് ഈ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ദുഃഖവുമാണ്. അതാരാ കൽപ്പിക്കുന്നത്? നമ്മുടെ മനസ്സാണ്. ഈ ലോകത്തിലുള്ള ഓരോ, നമ്മൾ ഇതിനെ വിശദമായിട്ട് വിശദമായിട്ട് ഇനി വരുന്ന സമയത്ത് കാണും. പക്ഷെ ലോകത്തിലുള്ള ഓരോ വസ്തുക്കളിൽ അതിൽ സുഖമുണ്ടെന്നോ ദുഃഖമുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ആരാണ്? മനസ്സാണ്. അല്ലാതെ വസ്തുക്കളുടെ വ്യത്യാസമല്ല. അപ്പൊ മനസ്സാണ് എന്താണ്? വിഷയവും. ഈ ചിന്തകളാണ്, അല്ലെങ്കിൽ ഈ മനസ്സാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ കാണുക. എങ്ങനെയാണ് നമ്മുടെ മനസ്സ് ഉണ്ടാക്കുന്നതായിട്ടുള്ള ഈ പ്രശ്നങ്ങളിൽ നിന്ന് വെളിയിൽ വരിക? എങ്ങനെ വെളിയിൽ വരാൻ പറ്റും? ധ്യാനം വരട്ടെ, വെളിയിൽ വരട്ടെ. പിന്നെ വാക്കുകളിലൂടെ വെളിയേരും. ഓക്കെ, ഇതൊക്കെ കറക്റ്റാണ്. നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറയുന്നുള്ളൂ. ധ്യാനത്തിലൂടെ ആകാം, സാധനകളിൽ കൂടെയൊക്കെ ആകാം. പക്ഷെ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞ എന്താ? ബുദ്ധി കൊണ്ട് ഏകാഗ്രതയിൽ കൂടെ ഇങ്ങനെ കയറി വന്നിട്ട് ആകാം. സിമ്പിളായിട്ട് പറഞ്ഞ എന്താണ്? മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് മനസ്സിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് വെളിയിൽ വരിക. ഈ കൃതിയുടെ പേര് തന്നെ എന്താണ്? മനഃശോധനം എന്നാണ്. തെറ്റിദ്ധരിക്കരുത്. ഭാഗ്യത്തിന് അതിൽ അക്ഷരത്തെറ്റ് വന്നില്ല. മനഃശോധനം എന്നൊന്നും വന്നില്ല. നമ്മൾ കാണും മലം എന്താണെന്ന് നമ്മൾ കാണും. തമാശ മാറ്റിച്ച് നമ്മൾ കാണും എന്താണ് മലം. നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ അഴുക്കാണ് മലം. എന്താണ് ആ മലങ്ങൾ എന്നുള്ളതെല്ലാം നമ്മൾ കാണും. പക്ഷെ ടെക്സ്റ്റിന്റെ പേരെന്താണ്? മനഃശോധനം എന്നല്ല, മനഃശോധനം എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ വെളിയിലേക്ക് വരാൻ പറ്റണം? മനസ്സിനെ നമ്മൾ ശോധന ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? എന്താണ് ശോധന എന്നുള്ളതെല്ലാം നമ്മൾ കാണും. അതെന്താണ്? മനഃശോധനം എന്ന കൃതി അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യം ഞാൻ കുറച്ചു നേരം ഈ കൃതി എന്താണെന്നോ അല്ലെങ്കിൽ അത് ആരാണ് എഴുതുക എന്നുള്ളതെല്ലാം ഞാൻ പറയാനുള്ള ശ്രമിക്കും. നമ്മൾ തുടങ്ങിയത് 10:50 ഓക്കെ, 12 മണിക്കാണ് അടുത്ത സെഷൻ. അപ്പൊ ഞാൻ 10:45 വരെയാണെന്ന് പറഞ്ഞാലും സാധാരണ നമ്മുടെ സെഷൻ എല്ലാം 45 മിനിറ്റിൽ ഞാൻ പിടിക്കും. എന്നിട്ട് ഒരു 15 മിനിറ്റ് എക്സ്ട്രാ ഇടും. കാര്യം എന്തിനാണ്? എങ്ങാനും നീണ്ടുപോയി കഴിഞ്ഞാൽ 1 മണിക്കൂറിന് മേളിൽ പോവില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ഇനി വാച്ച് നോക്കണ്ട, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോളാം. ഞാൻ നോക്കിക്കോളാം. ഓക്കെ,
അപ്പം ഈ കൃതി മനഃശോധനം എന്ന കൃതി നമ്മൾ ഇനി ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്ന കൃതി പൂജ്യസ്വാമി അദ്വൈതാനന്ദജി പറഞ്ഞതുപോലെ ഇത് എഴുതിയത് പൂജ്യ ഗുരുജി സ്വാമി തേജോമാനന്ദജിയാണ്. ഇത് ആരെ എഴുതിയത് എന്ന് അറിയുന്നത് ഈ കൃതിയുടെ ഒരു ഡെപ്തിനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബലത്തിനെ മനസ്സിലാക്കാൻ സഹായിക്കും. നമ്മൾ ചിന്മയ മിഷനിൽ നമ്മൾ ഗുരുജി എന്ന് വിളിക്കുന്നത് സ്വാമി തേജോമാനന്ദജിയാണ്. ആര് എന്നെ വന്നിട്ട് ഗുരുജി, ചിലപ്പം ചില സമയത്ത് പുതിയ ആൾക്കാർ കാണും, മിഷനിന് പരിചയമില്ലാത്ത ആൾക്കാർ കാണും, അവരപ്പോൾ കാണുന്നവരെല്ലാവരും ഗുരുജി എന്നൊക്കെ വിളിച്ചു കളയും. പക്ഷെ ചിന്മയ മിഷനിൽ ആരാണ് ഗുരുജി എന്ന് പറയുന്നത്? തേജോമാനന്ദ സ്വാമിജിയാണ്. ഇപ്പൊ സംഘത്തിലാണെങ്കിൽ ഗുരുജി എന്ന് പറയുന്നതിന് ഗോൾവാക്കർജി ഉണ്ട്. അത് കണക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഗുരുജി എന്ന് വിളിക്കുന്ന ആൾക്കാരെ. ഇവിടെ ഗുരുദേവൻ സ്വാമി ചിന്മയാനന്ദജിയാണ്. ഇപ്പൊ ഞാൻ എപ്പോഴെങ്കിലും പറയാണ് ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ ഞാൻ സ്വാമി ചിന്മയാനന്ദജി ഉദ്ദേശിച്ചിട്ടായിരിക്കും പറയാം. ഞാൻ ഗുരുജി എന്ന് പറയുകയാണെങ്കിൽ ഗുരുജി തേജോമാനന്ദജി ഞാൻ ചിലപ്പോൾ പറയാൻ സാധ്യതയില്ല. ഞാൻ ഗുരുജി എന്ന് പറയുകയാണെങ്കിൽ സ്വാമി തേജോമാനന്ദജിയാണ്. സ്വാമിജിയാണ് ഈ കൃതി എഴുതിയത്. ഇദ്ദേഹം അതിഗംഭീരനായിട്ടുള്ള ഒരു ടീച്ചറാണ്, അതിനേക്കാളുപരി ഒരു കവിയാണ്, ഒരു മ്യൂസീഷ്യനാണ്. എന്താണ് ഞാൻ അതിഗംഭീരനായിട്ടുള്ള ഒരു ടീച്ചറാണെന്ന് പറയാൻ കാരണം? ക്ലാസ് എടുക്കുന്നവരെല്ലാവരും ടീച്ചേഴ്സ് ആണെന്ന് നമ്മൾ പറയും. ഇവിടെ ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഓ ഈശ്വര, ഓക്കെ. അതല്ല, സ്വാമിജിയുടെ ഗുരുജിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ആൾക്കാരെ അറിഞ്ഞ് പഠിപ്പിക്കാൻ അറിയാം. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഞങ്ങളൊക്കെ സാന്ദീപനിയിൽ പഠിക്കുന്ന സമയത്ത് ഗുരുജി ക്ലാസ് എടുക്കാൻ വരും. അപ്പം സാന്ദീപനിയിൽ കൃത്യമായിട്ടുള്ള ഓർഡർ ഉണ്ട്. എങ്ങനെയാണ്? ഫസ്റ്റ് ടെക്സ്റ്റ് സാധനാ പഞ്ചകം എന്ന് പറഞ്ഞ കൃതിയിൽ തുടങ്ങും, അതിനുശേഷം ഭജഗോവിന്ദം പഠിപ്പിക്കും, പിന്നെ ഉപദേശസാരം പഠിപ്പിക്കും, പിന്നെ മനീഷ പഞ്ചകം പഠിപ്പിക്കും. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിലാണ് സാന്ദീപനിയിൽ ക്ലാസ്സുകൾ നടക്കുക. അപ്പൊ ഗുരുജി ആദ്യം ക്ലാസ് എടുക്കാൻ വരുന്ന സമയത്ത് ഗുരുജി ചോദിക്കും, ഇപ്പൊ ഏത് ടെക്സ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് ഭജഗോവിന്ദം കഴിഞ്ഞു സ്വാമിജി, സാധനാ പഞ്ചകം കഴിഞ്ഞു സ്വാമിജി എന്ന് പറയും. ഓക്കെ, ഈ 2 ടെക്സ്റ്റേ കഴിഞ്ഞിട്ടുള്ളൂ. ഗുരുജി 3ാമത്തെ ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും പുറത്തുള്ള ഒരു ടെക്സ്റ്റിൽ നിന്ന് കോട്ട് ചെയ്യൂല. ഇപ്പൊ ഞാനൊക്കെ ക്ലാസ് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ക്ലാസ് എടുക്കാൻ പോകുന്ന ആൾക്കാർ ഒരു ഭഗവത്ഗീത പിടിച്ചോണ്ട് വരും, ഉപനിഷത്തിനെ പിടിച്ചോണ്ട് വരും. ഇവിടെ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ പഠിച്ചേക്കുന്ന 2 കൃതിയാണെങ്കിൽ പൂജ്യ ഗുരുജി എന്ത് ചെയ്യും? കൃത്യമായിട്ട് അവര് പഠിച്ച കൃതിയിൽ നിന്ന് മാത്രം കോട്ട് ചെയ്യും. ഇതൊരു ടീച്ചറിന്റെ കഴിവാണ്. ഓക്കെ, കാര്യം എന്നാ? ഇവര് നേരത്തെ ഇത് പഠിച്ചതാണ്. അവർക്കറിയാവുന്നതിൽ കൂടെ അറിയാൻ മേലാത്തതിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതേപോലെ ഗുരുജി കൃതി എഴുതുമ്പോഴും എന്താണ്? നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ കൂടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അറിയാൻ പാടില്ലാത്തതിലേക്ക് ഗുരുജി കണക്ട് ചെയ്യുക. ഗംഭീര ടീച്ചറാണ്. അതുമാത്രമല്ല, ഇദ്ദേഹം ലോകം മുഴുവൻ എന്നുള്ള രീതിയിൽ സഞ്ചരിച്ച ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളുടെ അനുഭവം എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. ആ അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം മനസ്സിനെ പിടിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മുടെ മുമ്പിലേക്ക് വെച്ചത്. ഓക്കെ, അപ്പം ആ അനുഭവത്തിന്റെ ദൃഢത ഈ ഒരു കൃതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതിനേക്കാൾ ഉപരി ഗുരുജി വളരെ സിമ്പിളാണ്. മറ്റേ ചക്ഷുസ്രവണ ഗളസ്തമാ നിർദുരം അമ്മാതിരി സാധനങ്ങളൊന്നും ഇല്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഗുരുജി കാര്യങ്ങളെ കൃത്യമായിട്ട് വെച്ച് തരും. കാര്യം വെച്ചാൽ ഈ പായസം കുടിക്കത്തില്ലേ, ഞങ്ങൾക്ക് ഷുഗറാ സ്വാമി, അങ്ങനെ പറയരുത്. അത്രയും സിമ്പിളായിട്ട് ഈ സാധനമാണ്. ഓക്കെ, കട്ടിയായിട്ടുള്ള കൺസെപ്റ്റിനെ പോലും ഗുരുജി പഠിപ്പിക്കുകയും ചെയ്യും. അതിനേക്കാൾ ഉപരി എന്താണ്? ആ കൃതിയിൽ ഗുരുജി അത് കൊണ്ടുവരികയും ചെയ്യും. എന്തെങ്കിലും നമുക്ക് സംശയങ്ങൾ ഉണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ഡിസ്കഷന്റെ സമയത്ത് ഇതും കൂടെ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷന് വേറെ വിഷയങ്ങളുണ്ട് എങ്കിൽ കൂടെ എന്താണ്, ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളെയും ഒന്ന് അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ. ഒന്ന്. പിന്നെ വേറൊരു കാര്യം, പൂജ്യ ഗുരുജി 4 വേദാന്ത കോഴ്സുകൾ എടുത്ത ആളാണ്. 4 വേദാന്ത കോഴ്സ് വെച്ചാൽ 2 വർഷം വെച്ചിട്ട് 8 വർഷം പഠിപ്പിക്കുക മാത്രമാണ്, വേറെ ഒന്നുമില്ല. അതേസമയം തന്നെ സ്വാമിജി ഹെഡ് ഓഫ് ദി മിഷനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് വർക്കും ചെയ്ത ആളാണ്. ഒരു 300 സെന്ററുകളെ മാനേജ് ചെയ്യുന്ന ചില്ലറ പരിപാടിയല്ല. ഒരു വീട് മാനേജ് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം അല്ലേ. ഇവിടെ 300 സെന്ററുകളെ, അതും വോളണ്ടറി ഓർഗനൈസേഷനെ മുന്നോട്ട് നയിച്ച ഗുരുജി അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ശാസ്ത്രത്തിന്റെ ഉറപ്പിൽ നിന്ന് എഴുതിയതാണെന്ത്? ഈ കൃതി. ഈ കൃതിയുടെ പേരെന്താ? ഈ അന്തരീക്ഷം വളരെ കൺഡ്യൂസീവ് ആയതുകൊണ്ടും എൻ്റെ വളരെ സംഗീതാത്മകമായ ശബ്ദമായതുകൊണ്ടും ചില ആൾക്കാർ സമാധിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്, എന്താ കൃതിയുടെ പേരെന്തുവാ? ഓക്കെ, ശരി. ഇനി
ഇത് വെറുതെ അല്ല ഗുരുജി എഴുതിയത്. കാര്യം നമ്മൾ ഓരോരുത്തരും കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്? നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഗുരുജി ഇതൊരു ഗ്രൂപ്പ് ഓഫ് ടെക്സ്റ്റ് ആണ്, അല്ലാതെ സ്വതന്ത്ര കൃതിയാണിത് മനഃശോധന എങ്കിൽ കൂടെയും. ഇത് ഗുരുജി ഒരു 4 കൃതികളെ ചേർത്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ടെക്സ്റ്റിൽ ഒന്നാണെന്ത് ഈ മനഃശോധനം എന്ന് പറയുന്നത്. എന്താണ് ആ 4 കൃതികള്? സാധനാ സോപാനം എന്ന് ഉള്ള ഒരു 4 കൃതികൾ. സാധനാ സോപാനം. സാധന എന്താണെന്ന് നമ്മൾ കാണും, സോപാനം എന്താണെന്ന് കാണും. സോപാനം എന്താണ്? പടികൾ, സ്റ്റെപ്പ്, പടികൾ. അപ്പൊ സാധനയുടെ 4 പടികൾ എന്നുള്ള രീതിയിൽ ഗുരുജി 4 കൃതികൾ എഴുതിയിട്ട് അതിൻ്റെ അകത്തെ ഒരു കൃതിയാണെന്ത്? മനഃശോധനം. പുറമെ ചോദ്യം വരും, ബാക്കിയുള്ള കൃതികൾ ഏതൊക്കെയാണെന്ന്. ഒന്ന് ജ്ഞാനസാരം എന്ന് പറയുന്ന കൃതിയാണ്. വേറൊന്ന് ഭക്തിസുധ എന്ന് പറയുന്ന കൃതിയാണ്. മൂന്നാമത്തത് ധ്യാനസ്വരൂപം എന്ന് പറയുന്ന കൃതിയാണ്. ഇത് മനഃശോധനം എന്ന് പറയുന്ന കൃതിയാണ്. കാര്യം ആധ്യാത്മിക പാതയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ ആദ്യം ശുദ്ധീകരിക്കണം. അതിനുശേഷം എന്താണ്? ഭക്തിയുടെ നടക്കാൻ കഴിയണം, ജ്ഞാനത്തിനെ നേടണം, പിന്നെയോ ധ്യാനത്തിൽ കൂടെ നമ്മൾ അറിവില് ഇരിക്കണം, അറിവ് അനുഭവിക്കണം. 4 അതാണ്. 1 ജ്ഞാനസാരം, 2 ഭക്തിസുധ, 3 ധ്യാനസ്വരൂപം, 4 മനഃശോധനം. ഇങ്ങനെ ഓർഡർ പിടിക്കണമെന്നില്ല. ചിലപ്പോൾ ആദ്യം മനഃശോധന ആയിരിക്കാം, ഏതാണ് ശരി. അപ്പം ഇതില് എന്താ ഞാൻ പറഞ്ഞത്? സാധന സോപാനാണ്. സോപാനം പടികളാണ്. ഇത് 4 പടികളാണെന്ന് വെക്കുകയാണെങ്കിൽ ഉടനെ ഒരു ചോദ്യം വരും, എന്താണ് സാധന? കാര്യം സാധനാ സോപാനാണല്ലോ. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. സാധന എന്ന് പറഞ്ഞ എന്തുവാ? നീ മനസ്സിലായി? എന്താ സാധന? മനസ്സാണ് വിഷയോ? മനസ്സിനെ നമ്മള് ഒരുക്കുന്നതാണ് സാധന. എന്തിനു വേണ്ടിയിട്ട്? അറിവിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, തെറ്റുത്തരങ്ങളില്ല. ഓക്കെ, എങ്കിലും ഇത്രയും പേരില്ല, 60 പേരുടെ അഭിപ്രായം എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഓക്കെ, സാധന നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് 3 വാക്കുകൾ കാണാം. 3 വാക്കുകൾ. എല്ലാവർക്കും ഇവിടെ സാധന എന്താണെന്ന് അറിയാം. ഇവിടെ എല്ലാവരും സാധന ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, നമ്മളെക്കാളും ചെയ്യുന്ന ആൾക്കാരാണ്, നമുക്ക് ഉറപ്പാണ്. ഓക്കെ, പക്ഷെ എന്താണ്? ആരെങ്കിലും ചോദിക്കുക എന്തുകൊണ്ട് ഈ സാധന എന്ന് ചോദിച്ചാൽ അവരിലേക്ക് ഇത് എത്തിക്കാൻ നമുക്ക് എളുപ്പമുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? 3 വാക്കുകളെ നമ്മൾ പരിചയപ്പെട്ടാൽ കൃത്യമായിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാത്ത സാധന എന്താണെന്ന് എത്തിക്കാം. എന്താണ്? 1 സാധകൻ, 2 സാധ്യം, 3 സാധന. സാധകൻ, സാധ്യം, സാധന. സാധകൻ ആരാണ്? നമ്മൾ ഓരോരുത്തരും സാധകന്മാരാണെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ ആ സാധകന്റെ ലക്ഷ്യമായിട്ടുള്ള സാധ്യത്തിലെത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രാക്ടീസ് ആണെന്ത്? സാധന. ഒരു ക്രിക്കറ്റ് കളിക്കാരനാണെന്ന് വെക്കാം. ഓക്കെ, ആ ക്രിക്കറ്റ് കളിക്കാരൻ അയാളുടെ ലക്ഷ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ക്രിക്കറ്റ് കളിക്കാരനാകാൻ വേണ്ടിയിട്ട് നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ് അയാളുടെ സാധന. സാധനകൾ പല രീതിയിലുണ്ട്. അപ്പൊ ഉടനെ ചോദ്യം വരും, എന്താ നമ്മുടെ ലക്ഷ്യം? ജീവബ്രഹ്മ ഐക്യം ഒരാൾ പറഞ്ഞു. പിന്നെ മോക്ഷാണ്, പിന്നെ ഈശ്വര സാക്ഷാത്കാരാണ്, പിന്നെ സമാധാനാണ്. ഓക്കെ, പിന്നെ മോഹത്തിന്റെ ക്ഷയമാണ്. ഓക്കെ, പിന്നെ ഇതൊക്കെ കറക്റ്റ് ആണ്. ഇതിന്റെ അകത്ത് ഒന്നും തെറ്റില്ലേ? പരമേശ്വരിലേക്ക് ഒന്നായി വിലയം പ്രാപിക്കുക എന്നുള്ളതാണ്. കറക്റ്റ് ആണ്. ഓക്കെ, വേറെ എന്തെങ്കിലും? ഹാപ്പിനെസ് ആണ്. ഓക്കെ, വേറൊരാൾ പറഞ്ഞു സമാധാനമുള്ള ഒരാളുണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, ഇതൊക്കെ തന്നെ ആചാര്യന്മാര് ഇതിനെ നല്ല കട്ടിക്ക് അടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറയും? സന്തോഷം, സമാധാനം, സുഖം. ഇപ്പൊ ഇവിടെ നമ്മളെല്ലാവരും ഓരോ കാര്യം ചെയ്യുന്ന എന്തിനാണ്? നമ്മുടെ ഒരു കർമ്മം ചെയ്യുന്ന എന്തിനാണ്? സന്തോഷത്തോടെ ഇരിക്കാനാണ്. ആണോ അല്ലയോ? അതെ. നമുക്ക് ദുഃഖമാണത് തരുന്നത് എങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. അപ്പം നമ്മൾ ഓരോ കാര്യം ചെയ്യുന്ന എന്തിനാണ്? സന്തോഷത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവിടാണ് ആചാര്യന്മാർ ഈ ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ ഒരു ചെറിയ നുറുങ്ങ് അവിടെ കൊണ്ടുവെക്കുന്നത്.
കാര്യം നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങള് അത് പെർമനന്റ് ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് നമുക്ക് നൽകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം തരും. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയാണ്, നമ്മളെല്ലാവരും സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് സന്തോഷമാണെന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ തന്നെ ചില ആൾക്കാരെങ്കിലും എന്നെ വെട്ടും. അതേപോലെ ആചാര്യന്മാരാണെങ്കിൽ ഉറപ്പായിട്ടും വെട്ടും. അങ്ങനെ പറയാൻ പാടില്ല. കാര്യം എന്നാ, ഈ സന്തോഷത്തിനെ നമ്മൾ നിർവചിച്ചിരിക്കുന്നതിൽ ഒരു ചെറിയ തെറ്റുണ്ട്. സന്തോഷം എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന മോക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക, നമ്മളൊക്കെ ജീവിക്കുന്ന എന്തിനാണ്? സന്തോഷത്തിനാണ്, സുഖത്തിനാണ്. പക്ഷെ ഓർക്കേണ്ട കാര്യം എന്താണ്? നമ്മളൊക്കെ ആഗ്രഹിച്ച് ചെയ്യുന്നത് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എങ്കിലും അവസാനം എന്തിലേക്ക് എത്തും? ഇത് വീണ്ടും ദുഃഖത്തിലേക്ക് പോകും. കാര്യം എന്താ വെച്ചാൽ, നമുക്ക് സ്ഥിരമായിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ഒരു സന്തോഷമായിരിക്കില്ല കിട്ടുക. ആചാര്യന്മാര് മോക്ഷം എന്ന വാക്കുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വെച്ചത് വെറും സന്തോഷമല്ല, പിന്നെന്താണ്? സന്തോഷം തന്നെ, സമാധാനം തന്നെ. പക്ഷെ അവരെന്താ പറയാ? ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള ആനന്ദം. ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള ആനന്ദം. എങ്ങനെയുള്ള ആനന്ദം? ആത്യന്തിക ദുഃഖ നിവൃത്തി, പരമാനന്ദ പ്രാപ്തി, നിത്യതൃപ്തി. എന്തൊക്കെയാ? ആത്യന്തിക ദുഃഖ നിവൃത്തി, പരമാനന്ദ പ്രാപ്തി, നിത്യതൃപ്തി. അതായത് എല്ലാ ദുഃഖങ്ങളുടെയും ശമനം ഉണ്ടായിട്ട്, എല്ലാ ദുഃഖങ്ങളുടെ ശമനം ഉണ്ടായി, പക്ഷെ സുഖമൊന്നുമില്ല, അങ്ങനല്ല. പിന്നെയോ പരമമായിട്ടുള്ള ആനന്ദത്തിന്റെ പ്രാപ്തി ഉണ്ടായിട്ട്, അതുമാത്രമല്ല, പിന്നെന്താണ്? ആ തൃപ്തിയോടുകൂടി ഇരിക്കുന്ന അവസ്ഥയാണ് മോക്ഷം എന്ന് പറയാം. ഇനിയോ സാധാ ഭാഷയിൽ സംസ്കൃതമൊന്നും ചേർക്കാതെ വെറുതെ പറഞ്ഞാലോ, സന്തോഷത്തോടുകൂടി ഇരിക്കുക. എങ്ങനെ സന്തോഷത്തോടുകൂടി ഇരിക്കുക? വേറൊന്നിൻ്റെയും ആവശ്യമില്ലാതെ തൃപ്തിയായിട്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞ പോലെ ഹാപ്പിനെസ് ആയിട്ടിരിക്കുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. പക്ഷെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് തോന്നിയതൊക്കെ തിന്നണ്ട, അങ്ങനെയല്ല. പിന്നെയോ ഒന്നുമില്ല എങ്കിലും പൂർണ്ണമായ നിറവോടുകൂടി ഇരിക്കാൻ പറ്റുക. ഇതിലേക്ക് നമ്മളെ എത്തിക്കാനാണ് നമ്മൾ ഈ സാധനകളൊക്കെ ചെയ്യുക. ഇതിലേക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ടോ? കാര്യം എന്നാ, ആചാര്യന്മാരൊക്കെ അന്ധകാലം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, നീ ഇത് തേടി നടക്കേണ്ട കാര്യമില്ല. പിന്നെന്താണ്? നീ അതാണ്. ഞാനിങ്ങനെ പറയുന്നത് ഇവിടെ കൂടുതൽ ആൾക്കാർ സത്സംഗമൊക്കെ കേട്ടിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണേ. എങ്കിലും നമ്മൾ ഇതിനെയും പറയും. എന്താ? തത്വമസി. ഇപ്പൊ ശബരിമല സീസൺ ആണല്ലോ, അല്ലേ? തത്വമസി ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നില്ല. എന്താ തത്വമസി എന്ന് പറഞ്ഞാൽ? നീ അതാണെന്ന്. അതെ, നീ അതാണ്. എന്താണ്? ഈശ്വര ചൈതന്യം, അത് നീ തന്നെയാണ്. കറക്റ്റ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും നമുക്കിത് അറിയുന്നുണ്ടോ? ഇല്ല. അറിയാം, ഇവിടെ എല്ലാവർക്കും അറിയത്തില്ലേ നമ്മളൊക്കെ ഈശ്വര ചൈതന്യാണെന്ന് അറിയാം. പക്ഷെ അത് കണക്ക് ജീവിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ഉൾപ്പെടെ ക്ലാസ്സെല്ലാം എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്, പ്രിപ്പയർ ചെയ്താൽ മതി. പക്ഷെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 3 തടസ്സങ്ങളുണ്ട് എന്നാണ്. 3 തടസ്സങ്ങൾ, ദോഷം. അതിൻ്റെ അകത്തെ ഒരു പ്രധാനപ്പെട്ട തടസ്സമാണെന്ത്? മലം, അഴുക്ക്. നമ്മുടെ മനസ്സിന്റെ അഴുക്ക്. ആ മനസ്സിന്റെ അഴുക്കിനെ കളയുകയാണ് മനഃശോധനത്തിൽ കൂടെ നമ്മൾ ചെയ്യേണ്ടത്. എന്താ മനസ്സിന്റെ അഴുക്ക്? കാമക്രോധ ലോഭമോഹ മത മാത്സര്യം എന്നെല്ലാം ആചാര്യന്മാര് നമുക്ക് കൃത്യമായിട്ട് ഇട്ട് തരും. പക്ഷെ മനസ്സിന്റെ സത്യത്തിലുള്ള അഴുക്ക് എന്താണ്? അത് തന്നെ. ഇതാണ് അതിൻ്റെ റൂട്ട് കോസ്. നമുക്ക് മനസ്സിലാകാൻ, ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമുക്ക് പറയാം. എന്താണ് മനസ്സിന്റെ അഴുക്ക് എന്ന് പറയുന്നത്? നമ്മുടെ സ്വാർത്ഥതയാണ്. ആചാര്യന്മാര് ടെക്നിക്കലി ഇതിനെ വാസന എന്ന് പറയും. കേട്ടിട്ടില്ലേ വാസന എന്ന് പറയും. ആ വാസന നമുക്ക് കാണാൻ പറ്റില്ല. ഈ വാസന നമ്മൾ എങ്ങനെ അറിയുന്നത്? ചില കാര്യങ്ങളോട് നമുക്ക് അടുപ്പവും ചില കാര്യങ്ങളോട് നമുക്ക് അകൽച്ച ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അറിയുക. അതെന്താ? നമ്മുടെ സ്വാർത്ഥത. ഈ സ്വാർത്ഥതയാണ് നമ്മുടെ അഴുക്ക്. ഈ സ്വാർത്ഥതയെ, മലത്തിനെ നമ്മൾ ഇല്ലാതാക്കണം. അതെവിടെ വർക്ക് ചെയ്യണം? നമ്മുടെ മനസ്സിൽ നമ്മൾ വർക്ക് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ മനസ്സാണ് വിഷയത്തില് ഉത്തരം, ഈ മനസ്സാണ് വിഷയം എന്നതിൽ നിന്ന് എങ്ങനെ മാറാം എന്നുള്ളതിൻ്റെ ഉത്തരമാണെന്ത്? മനഃശോധനം. മനസ്സിനെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. മനസ്സിന്റെ ശുദ്ധീകരണം. നാം ആധ്യാത്മികമായി മുന്നേറുമ്പോൾ
ആദ്യം പണി തുടങ്ങേണ്ടത് മനസ്സിലാണ്. സ്വാമിജി ഒരു ശ്ലോകം കോട്ട് ചെയ്തായിരുന്നു, അമ്മ അത് റിപ്പീറ്റ് ചെയ്തായിരുന്നില്ലേ? ഏതായിരുന്നു ശ്ലോകം? മനേവ മനുഷ്യാണ കാരണം ബന്ധമോക്ഷയോ. നമ്മുടെ ബന്ധനത്തിനും മോക്ഷത്തിനും, അല്ലെ നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ സങ്കടത്തിനും കാരണം എന്താണ്? മനസ്സാണ്. ഇത് ഏത് ഉപനിഷത്തിൽ വരുന്നതാണ്? അമൃതബിന്ദു ഉപനിഷത്തിൽ വരിക. ഓക്കെ, മനേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. അത് മോക്ഷകാരണം വെസ് ബന്ധകാരണം. എന്താണ്? മനസ്സാണ് അതിൻ്റെ അകത്തെ കീ ഫാക്ടർ. കീ റോൾ എന്താണ്? മനസ്സാണ്. നമ്മൾ മനസ്സിനെ പിടിച്ചില്ല എങ്കിൽ ബാക്കി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും എന്താണ്? കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ ആ മനസ്സിന് ശക്തി തരണേ. മനസ്സിലായില്ലേ? മനസ്സിന് ശക്തി തരണേ. നിങ്ങൾ കേട്ടിട്ടില്ലേ? രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇത് കൃത്യമായിട്ട് നമ്മുടെ ഇവിടെ ചോദ്യത്തിൽ വരും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ വരും. അതായത് ഒരു വീട്ടില് ഒരു കുടുംബത്തിൽ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. ഈ കഥ കേട്ടിട്ടുണ്ടോ? ഭാഗ്യം. അതായത് വീട്ടിലൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നു എന്നാണ്. ഓക്കെ, ഈ അമ്മൂമ്മ ഭയങ്കര ഭക്തയാ. ഏത് സമയം അമ്പലത്തിൽ പോവും. ഇത് കണക്ക് ക്യാമ്പ് ഉണ്ടെങ്കിൽ ആ ക്യാമ്പിന് വരികയും ചെയ്യും. ക്യാമ്പിനൊന്നും പോകത്തില്ല, പക്ഷെ വീട്ടിലിരുന്ന് ഭക്തിയുള്ള അമ്പലത്തിലെല്ലാം പോവും. വീട്ടിലെ എല്ലാവരെയും ഈ ആധ്യാത്മിക കാര്യങ്ങളിലെല്ലാം വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ അമ്മൂമ്മയാണ്. ഓക്കെ, അപ്പൊ വീട്ടുകാർ എല്ലാ വർഷവും പിള്ളേർ സെറ്റൊക്കെ കൂടെ എന്ത് ചെയ്യും? ഒരു ട്രിപ്പ് പോകുന്ന പരിപാടിയുണ്ട്. അപ്പൊ ഈ അമ്മൂമ്മ വിളിക്കും, അമ്മൂമ്മ വരാവോ? ഉടനെ അമ്മ പറയും, വരത്തില്ല, എനിക്ക് ഈശ്വരനാമം ജപിക്കണം. നിങ്ങളുടെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോകും, എനിക്കതിന് പറ്റൂല. പക്ഷെ ഈ അമ്മൂമ്മ ഒറ്റയ്ക്ക് ഇട്ടേച്ച് പോകാൻ പറ്റാത്ത കാരണം എന്ത് ചെയ്യും? ഇവർ നിർബന്ധിച്ച് പിടിച്ചോണ്ട് പോകും. സ്ഥിരം ഏർപ്പാടാ. അങ്ങനെയൊക്കെ പോകാറുണ്ടോ നിങ്ങൾ? ഇല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ പോവും. ഈ വർഷം എന്ത് പറ്റി? പിള്ളേരൊക്കെ കൂടെ പ്ലാൻ ചെയ്ത സമയത്ത് അമ്മൂമ്മയ്ക്ക് പോകാനുള്ള സീറ്റില്ലായിരുന്നു. അത് കാരണം എന്ത് ചോദിച്ചു? വേറൊരാളെ അറേഞ്ച് ചെയ്തിട്ട് അമ്മൂമ്മ എന്തൊക്കെയാണെങ്കിലും വിളിക്കണ്ട എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ എന്ത് പറ്റി? ഈ വരാന്ന് കൂടിയിരിക്കാന്ന് പറഞ്ഞ ആൾക്ക് വരാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ഈ അമ്മൂമ്മ കൂടെ കൊണ്ടുപോകേണ്ടി വന്നു. അപ്പൊ ഈ അമ്മൂമ്മ രാവിലെ രാമനാമം, ഉച്ചയ്ക്ക് ശിവനാമം, മറ്റേ ഭയങ്കര ഭക്തിയൊക്കെയാ. ഓക്കെ, ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നാളെയാണ് ട്രിപ്പ് പോകേണ്ടത്. ഉടനെ ഇവരെല്ലാം കൂടെ വന്നിട്ട് അമ്മൂമ്മേ എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ വിചാരിച്ചു ഈ പ്രാവശ്യം അമ്മൂമ്മയെ കൊണ്ടുപോകാം, അമ്മൂമ്മ എന്തൊക്കെയാണെങ്കിലും ഞങ്ങളുടെ കൂടെ വരണം, ട്രിപ്പിന് വരണം എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു, ഇനി ഞാൻ വന്നിട്ട് എന്തിനാ, ഒരു കാര്യമില്ല, ഓൾറെഡി ഞാൻ പ്രാർത്ഥിച്ചു, പോകുന്ന വഴിക്ക് നിങ്ങളുടെ വണ്ടി ഇടിക്കണേന്ന്. മനസ്സിലല്ലേ? ചിലപ്പോഴുണ്ട് നമ്മളെന്താണ് അപാര സാധനയൊക്കെ ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ അടുത്ത് പോകുമ്പോഴാണ് മക്കളെ സ്വാർത്ഥതയുടെ കൂടായിരിക്കും, മനസ്സ് പ്രശ്നമായിരിക്കും. നമ്മളിപ്പോൾ ചിരിച്ചു, ഞാൻ ഉൾപ്പെടെ ചിരിക്കാൻ വേണ്ടി പറഞ്ഞു, പക്ഷെ നമുക്ക് പോലും അറിയില്ല എത്രത്തോളം നമ്മുടെ മനസ്സ് കറപ്റ്റഡ് ആണ്. മനസ്സിലായില്ലേ? കാര്യം എന്നാ, നമ്മൾ ആ ഫ്ലോയിൽ പോവാ, നമ്മൾ ഓരോരുത്തരും ആ ഫ്ലോയിൽ പോവാണ്. ഈ ഒരു അലേർട്ട്നെസ് കൊണ്ടുവരേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മൾ പറയത്തില്ല, ഈ ജനറേഷൻ ഗ്യാപ്പ് വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും ആ കുട്ടികളിലേക്ക് എങ്ങനെയാണ് പോയി വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മളൊക്കെ ചിലപ്പോൾ ഒരു ദിവസം പഴയ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരിക്കും, ഇല്ലേ? ഇപ്പോഴത്തെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന ഒരു കുട്ടിയുടെ ഒക്കെ പറയാം, ഉച്ചയ്ക്ക് ചോറുണ്ട് മിച്ചമുണ്ടല്ലോ, നാളത്തേക്ക് അത് നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞാൽ എന്തോ വലിയ അപരാധമായിരിക്കും. ആ സത്യമാണെന്ന് എല്ലാം കൈയൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത്, ചിലപ്പോൾ നമ്മളില് ആ ഒരു സ്വാർത്ഥത പോലും വേണമെന്നില്ല. ആൾക്കാരുമായിട്ട് ഇടപെടുന്ന സമയത്തും നമ്മൾ അത്രയും അലേർട്ടായിട്ട് മനസ്സിനെ നോക്കി കണ്ടില്ല എങ്കിൽ ചിലപ്പോൾ അത് പ്രശ്നത്തിലേക്ക് പോകും. അപ്പൊ ആധ്യാത്മികമായിട്ട് എന്താണ്? മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ. അതേപോലെ ട്രാൻസാക്ഷണൽ വേൾഡിൽ എന്താണ്? മനേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്താണ്? മനസ്സാണ്. ഈ മനസ്സിനെ എങ്ങനെ പിടിക്കാൻ പറ്റും, എങ്ങനെ ശുദ്ധീകരിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ കാണാൻ ശ്രമിക്കും. ജ്ഞാനം ഭയങ്കര എളുപ്പമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം ഭയങ്കര എളുപ്പമാണ്. എന്താണ്? തത്വം അസി തം. പക്ഷെ ഈ തത്വം അസി റെഡി ആവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കണം. നിങ്ങളൊക്കെ ആനന്ദ സ്വരൂപികളാണ്. എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല എന്നൊക്കെ പറയുന്നു. എത്ര തവണ കേട്ടേക്കുന്നു. ഞാൻ പറയാം, നിങ്ങളൊക്കെ എന്ത് പൊട്ടന്മാരാ, കഴുതകളാണ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ദേഷ്യമെങ്കിലും വരുന്നില്ലേ? വരുന്നില്ല. ഓക്കെ, നിങ്ങളൊക്കെ കഴുതകളാണ്, നിങ്ങളൊക്കെ കഴുതകളാണ് എന്ന് ഞാൻ പറയുകയാണെന്ന് വെച്ചോ. ആർക്കെങ്കിലും അത് സത്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, നല്ല ഉറപ്പല്ലേ? പക്ഷെ എങ്ങിട്ടും ചില ആൾക്കാർക്കെങ്കിലും ഒരു ഇറിറ്റേഷൻ വന്നില്ലേ? ഇയാൾ എന്തിനാ വന്നിട്ട് കഴുതിയാണെന്ന് പറയുന്നത്, ഞങ്ങളെ പൊട്ടന്മാരാണെന്ന്. നിങ്ങൾ അതിന് സത്യത്വം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ,
നമ്മൾ എത്ര കാലങ്ങളായിട്ട് ആ ആചാര്യന്മാർ പറയുകയാണെന്ത്, നീ ആനന്ദ സ്വരൂപിയാണ്, നീ ദുഃഖിക്കേണ്ടവനല്ല. കേട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലൈഫ്. കാര്യം എന്താ? വേണ്ട രീതിയിൽ നമ്മുടെ മനസ്സ് ശുദ്ധമായിട്ടില്ല. ഇത് ശുദ്ധമാകുന്ന സമയത്ത് ആചാര്യന്മാർ പറഞ്ഞത് നമുക്ക് കത്തും. നമ്മൾ പറയും ശ്രവണം നടന്നു എന്ന് പറയും. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം. മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കണം. ജ്ഞാനം എളുപ്പമാണെന്നാ പറയാ, വളരെ എളുപ്പമാണ്. എന്താണ്? നീ അതാണ് എന്നതെനിക്ക് മനസ്സിലായാൽ ജ്ഞാനം എളുപ്പമാണ്. ഉറക്കത്തിൽ നിന്ന് നമ്മൾ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനല്ലേ ഞാൻ സുധീർ ചൈതന്യാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്, എളുപ്പമല്ലേ? അല്ലാതെ എല്ലാ ദിവസവും രാവിലെ ഇരുന്നിട്ട് കണ്ണാടി നോക്കിയിട്ട് ഞാൻ സുധീർ ചൈതന്യാണ്, ചിന്യാ മിഷനിലെ ബ്രഹ്മചാരിയാണ്, എനിക്ക് ഇന്ന് രാവിലെ മനഃശോധനത്തിന്റെ ക്ലാസ് എടുക്കേണ്ടതുണ്ട്, അങ്ങനെ ഞാൻ എന്നെ ഓർമ്മിപ്പിക്കാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? അൽഷിമേഴ്സ് ഉള്ള ആൾക്കാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. അവർക്ക് മാത്രം തമാശയായിട്ട് പറയുന്നതാണെങ്കിൽ രോഗമാണ്, പോട്ടെ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കാർക്കും നമ്മൾ ആരാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ ഞാൻ ആനന്ദ സ്വരൂപിയാണ് എന്നുള്ള അറിവ് എനിക്ക് ഇങ്ങനെ കിട്ടുന്നതാണ്. പക്ഷെ അത് അറിയാത്തത്, അനുഭവിക്കാത്തത് എന്താണ്? നമ്മുടെ മനസ്സിൽ ശുദ്ധിയില്ലാത്തതുകൊണ്ടാണ്. ആ ശുദ്ധി വരുമ്പോ എന്താണ്? നേരത്തെ ഗുരുക്കന്മാര് പറഞ്ഞത് കൃത്യമായിട്ട് കത്തും. ടക്ക് എന്ന് പറഞ്ഞ് കത്തും. നമുക്ക് അങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടാകാറില്ലേ? എന്താണ്? നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം ഓ ഇതാണല്ലേ എന്ന് പറയത്തില്ലേ? അതേപോലെ നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് എന്ത് വേണം? മനഃശോധനം. മനഃശോധനം എന്ന് പറഞ്ഞാണ് മനസ്സിന്റെ ശുദ്ധീകരണം, മനസ്സിനെ പറ്റി അറിയുക. കാര്യം എന്നാ? ശോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശുദ്ധീകരണം എന്നുണ്ട്, വേറൊന്ന് റിസർച്ച് എന്നുണ്ട്. ശോധ സംസ്ഥാനം എല്ലാം കേട്ടിട്ടുണ്ടോ? രാഷ്ട്രീയ സംസ്കൃത സംസ്ഥാനം ഉണ്ട്, അതിന്റെ ശോധ സംസ്ഥാനം, ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ശോധ സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. അതായത് റിസർച്ച് സെന്റർ ആണ്. അപ്പൊ ശോധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് റിസർച്ച് ആണ്. അപ്പം ഒന്ന് മനഃശോധനം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിന്റെ ശുദ്ധീകരണമാണ്. വേറൊന്ന് മനസ്സിനെ പറ്റി അറിയുക എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിനെ പറ്റിയാണ് പഠിക്കേണ്ടത്, പുറമേ അല്ല പ്രശ്നവും, അകമേയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അവിടെ നമ്മൾ കിച്ചണിൽ പോകുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ആഹാരം കിട്ടിയില്ലെങ്കിൽ ആർക്കാണ് പ്രശ്നം? ആഹാരം കിട്ടിയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. പക്ഷെ അതിൽ നമ്മൾ ഇറിറ്റേറ്റഡ് ആവുകയാണെങ്കിൽ നമുക്കാണ് പ്രശ്നം. ഇറിറ്റേറ്റഡ് ആകാതെ ഓക്കെ ആഹാരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് കുറച്ചും കൂടെ പിടുത്തമുള്ളതാണ്. ഓക്കെ, ഞാനിങ്ങനെ എല്ലാ ദിവസവും ഓരോ കാര്യത്തിന് ജാമ്യം എടുക്കുക. പിന്നെ ഈ ഫുഡിന്റെ കാര്യത്തിൽ ആരും കംപ്ലൈന്റ് പറയാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് ഞാൻ പറയാം, അടുത്ത ക്ലാസ്സിൽ പറയാം. ഇങ്ങനെ കാര്യം എന്നാ? നമ്മുടെ മനസ്സിനെ കാര്യം പുറത്തല്ല പ്രശ്നം, അകത്താണ്. ഓക്കെ, ഇതൊക്കെ പഠിക്കാനുള്ള കാരണം എന്താണ്? ഇതൊക്കെ പഠിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? കാര്യം ലക്ഷ്യം നേരത്തെ തന്നെ കണ്ട മോക്ഷമാണ്. ആത്യന്തിക ദുഃഖനിവൃത്തി, പരമാനന്ദ പ്രാപ്തി, നിത്യതൃപ്തി, മോഹക്ഷയം എന്ന് പറഞ്ഞതുപോലെ, അതല്ലെങ്കിൽ എന്താണ് ലിബറേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി ഇരിക്കുക, അഭയത്തോടു കൂടി ഇരിക്കുക എന്നെല്ലാം പറഞ്ഞത് തന്നെ ലക്ഷ്യം. പക്ഷേ അതിലേക്ക് എത്തണമെങ്കിൽ എന്താണ്? മനഃശുദ്ധീകരണം വളരെ 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 ആവശ്യമാണ്. ഓക്കെ, ശരി. ഇൻട്രൊഡക്ഷൻ ഏകദേശം ധാരണയായല്ലോ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ? ഇതൊക്കെ ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ്. എന്താണ് ലക്ഷ്യം? ഒരേ ഒരു ലക്ഷ്യം, ശബരിമല. അത് തന്നെ. അതെ, അവിടെ ഭഗവാനായിട്ട് എത്തുക. അല്ലെങ്കിൽ സാധാരണ ചിലപ്പോൾ ആൾക്കാർ മിണ്ടത്തേ ഇല്ല കേട്ടോ. നിങ്ങൾ കുറച്ചും കൂടെ അറ്റ്ലീസ്റ്റ് ഈ സൈഡൊക്കെ മിണ്ടുന്നുണ്ട്. എനിക്ക് ഇനി ഇപ്പുറത്തെ സൈഡിനെ കൊണ്ടാണ് മിണ്ടിക്കണ്ടേ. ഇനി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഇപ്പുറത്ത് വന്നിരിക്കാൻ പാടില്ല. പക്ഷെ എങ്കിൽ കൂടെ എന്താ, എല്ലാവരും ഒന്ന് മിണ്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമാണ്. അതുകൊണ്ടാ. ശരി, അതായത് അപ്പൊ ഇങ്ങനെ മിണ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുക എന്താ? സ്വാമിയെ പറഞ്ഞ എല്ലാവരും അയ്യപ്പോ 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 കെട്ടും കെട്ടി ആരെ കാണാൻ? സ്വാമിയെ കണ്ട. അതാണ് നമ്മുടെ ലക്ഷ്യം. മനസ്സിലായില്ലേ? അപ്പൊ സ്വാമിയെ കണ്ട മാത്രമല്ല മോക്ഷം, പിന്നെന്താണ്? നമ്മളെല്ലാവരും ആ മോക്ഷത്തിലേക്കാ. സ്വാമിയെ കണ്ടാൽ എങ്ങനെ മോക്ഷം കിട്ടുക? സ്വാമി അത് ഞാനാണ് എന്ന് അറിയുന്ന സമയത്ത്, ഞാൻ തന്നെയാണ് എൻ്റെ സ്വാമി എന്നറിയുന്ന സമയത്ത് മോക്ഷം. ഇതിനെന്താണ്? മനഃശോധനം. ഓക്കെ, ശരി. അപ്പൊ നമ്മള് മനഃശോധനം എന്ന് പറയുന്ന കൃതി പൂജ്യ ഗുരുജി തേജോമയൻ സ്വാമിജിയാൽ എഴുതപ്പെട്ട ഈ കൃതിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, ഈ കൃതിയിലെ ഒരു പ്രത്യേകത വെച്ചാൽ ഗുരുജി വേറെ പലയിടത്തുനിന്ന് ഞാൻ കോട്ട് ചെയ്യും. കാര്യം വെച്ചാൽ അതിനൊരു ആധികാരികത പോലെ വരുത്താൻ. ഭഗവത്ഗീതയിൽ നിന്ന് കോട്ട് ചെയ്യും, ഭാഗവതത്തിൽ നിന്ന് കോട്ട് ചെയ്യും. ഗുരുജിയുടെ അഭിപ്രായമായിട്ടല്ല പറയാ. ഇനിയോ നാരദൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. മനസ്സിലായില്ലേ? ഇത് നമ്മുടെ ഒരു ട്രഡീഷനും കൂടാണ്. ആരാണെന്നറിയാവോ ഈ ക്യാമ്പ് നടത്തുന്നത്? സുധീർ ചെയ്ത ഇല്ല,
ഈ ഗുരുജി ഇത്ര ഗംഭീരമായിട്ടുള്ളൊരു കൃതി നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഗുരുജി നാരദൻ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊരു ടേസ്റ്റും കൂടെ തരികയാണ്. കാര്യം എന്താ, ഇത് തുടങ്ങിയിട്ട് ഇതിൽ കൂടെ നമ്മൾ ഇനി ആ ശാസ്ത്രം കൂടെ പഠിക്കണം എന്നുള്ള ഒരു കാര്യമാണ്. അപ്പം കൃതികളൊക്കെ തുടങ്ങുമ്പോൾ നമ്മുടെ ട്രഡീഷനിൽ മംഗളാചരണം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ നമ്മൾ ഈ ക്ലാസ് തുടങ്ങി എങ്ങനെയാണ്, ആദ്യം ഗുരുസ്തോത്രമൊക്കെ ചൊല്ലി. സത്യം പറഞ്ഞാൽ ഗുരുസ്തോത്രം എന്തായിരുന്നു, അത് ഗുരുസ്തോത്രം നമ്മൾ ചൊല്ലിയത് ഒരു ടൈം ഫില്ലർ ആയിരുന്നു, കാര്യം എല്ലാവരും വന്നില്ലായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ചൊല്ലി തുടങ്ങാന്ന് വെച്ചു. അങ്ങനല്ല, മംഗളാചരണമാണ്, ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുക. അതേപോലെ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ശാന്തി മന്ത്രങ്ങളൊക്കെ ചൊല്ലി. കാര്യം എന്താ, എന്തെങ്കിലും ഒരു കാര്യം നന്നായിട്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ആ ഭഗവാനെ ആലോചിച്ചുകൊണ്ട് തുടങ്ങണം. പതഞ്ജലിജി പറയും നമ്മൾ മംഗളാചരണം ചെയ്യണം. എപ്പോ ചെയ്യണം? എന്തെങ്കിലും ഒരു കാര്യം യോഗ ചെയ്യുമ്പോഴാണ് തുടക്കത്തിലും ഇടയിലും അവസാനവും ചെയ്യണം. തുടക്കത്തിൽ ചെയ്യണം, ഇടയിൽ ചെയ്യണം, അവസാനം ചെയ്യണം. ഈ തുടക്കത്തിൽ ഇടയിൽ അവസാനം മാത്രമല്ല, എല്ലാ സമയത്തും ആ ഭഗവാനെ ഓർത്തുകൊണ്ട് വേണം ഓരോന്നും ചെയ്യാൻ. പക്ഷെ പതഞ്ജലിജി പറയും തുടക്കത്തിൽ ചെയ്യണം, അതേപോലെ എന്തെങ്കിലും ഒരു കർത്തവ്യം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യണം, അതിൻ്റെ ഇടയിൽ മധ്യഭാഗത്ത് ചെയ്യണം, പിന്നെന്താണ് അവസാനം ചെയ്യണം. ഇവിടെ ആചാര്യന്മാര് പല രീതിയിലുള്ള ചരണങ്ങളെ പറ്റി പറയും. എന്താണ്, ഒന്ന് വസ്തുനിർദ്ദേശക രൂപ മംഗളാചരണം. ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടാണ്, എഴുതിയെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്താ വസ്തുനിർദ്ദേശക, അതായത് ചില മംഗളാചരണങ്ങൾ ആചാര്യന്മാരുടെ അവരുടെ ഒരു ബ്രില്യൻസ് എന്താണെന്ന് വെച്ചാൽ അവരെന്താണ് പറയാൻ പോകുന്നത് എന്ന് ആ മംഗളാചരണത്തിൽ തന്നെ പറയും. ഞാൻ പറയാൻ പോകുന്നത് ഇന്ന കാര്യമാണ് എന്ന് അതിൻ്റെ അകത്ത് തന്നെ സൂചിപ്പിക്കും. വസ്തുനിർദ്ദേശം. വേറെ എന്താണ്, നമസ്കാര രൂപമാണ്. അതായത് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ്, ഭഗവാനെ കാത്തിരക്ഷിക്കണേ, ഞാൻ ഇങ്ങനൊരു കാര്യം തുടങ്ങാൻ പോകണേ, അതിനെന്നെ രക്ഷിക്കണമേ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ആശീർവാദ രൂപമായിട്ടുള്ള ആശീർവദിച്ചുകൊണ്ടുള്ള മംഗളാചരണങ്ങളൊക്കെയാണ്. ഇനിയോ ചില സമയത്ത് നമ്മൾ മംഗളാചരണങ്ങൾ തപ്പിയെടുക്കേണ്ടി വരും. ഇവിടെ ആ പരമാത്മാവിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്നത് കൊണ്ട് തന്നെ, ആ പരമാത്മാവെന്നുള്ള വാക്ക് സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ ആദ്യത്തെ ശ്ലോകം മാത്രമല്ല, പിന്നെന്താണ്, അതൊരു മംഗളാചരണമായിട്ട് കൂടെ നമുക്ക് എടുക്കാവുന്ന കാര്യം. തുടങ്ങുന്നത് എന്താണ്, ഏറ്റവും മംഗളകരമായിട്ടാണ് എന്നാണ്. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ കാണാം. ശരി, അപ്പം ഞാൻ ഒന്നാമത്തെ ശ്ലോകം ചൊല്ലിത്തരാം, അതിനുശേഷം നിങ്ങളത് ഏറ്റി ചൊല്ലും, എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ചൊല്ലും. ഓക്കെ, റെഡിയാണോ? ബുക്ക് എടുത്തോ. ഒന്നാമത്തെ ശ്ലോകം. പരമാത്മാദ്വയാനന്ദഃ സർവഭൂതസ്ഥിതോപിഹ അജ്ഞാനേനാവൃതോ ദൃഷ്ടഃ തഥൈവ ച മനോന്മലൈഃ ഒരുമിച്ചല്ല. പരമാത്മാദ്വയാനന്ദഃ സർവഭൂതസ്ഥിതോപിഹ അജ്ഞാനേനാവൃതോ ദൃഷ്ടഃ തഥൈവ ച മനോന്മലൈഃ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരമാത്മാ കഴിഞ്ഞിട്ട് അദ്വയാനന്ദ, അവിടെ ഒരു എഫ് അത് വരണം. സർവഭൂതസ്ഥിതോപി, അത് കഴിഞ്ഞിട്ട് അപി എന്ന് വരാൻ വേണ്ടിയിട്ട് അവിടെ എഫ് വേണം. പിന്നെ അജ്ഞാനേന ആവൃതഃ, പിന്നെയോ അദൃഷ്ടഃ, അവിടെ അതിനു മുമ്പ് ഒരു എഫ് വേണം. പിന്നെയോ തഥൈവ ച മനോന്മലഃ. പരമാത്മാ എന്താണ്, അദ്വയാനന്ദഃ പരമാത്മ സർവഭൂതസ്ഥിതഃ അപി അജ്ഞാനേന ആവൃതഃ സൻ തഥാ മനോമലൈഃ ച അദൃഷ്ടഃ ഭവതി. എന്തുട്ടാ പറഞ്ഞുതരാം. എന്താണ്, ദ്വന്ദ്വരഹിതനും പരമാനന്ദവും പരമ്പൊരുളുമായ പരമാത്മാവ് എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിലും അജ്ഞതയാലും മനസ്സിന്റെ മാലിന്യങ്ങളാലും മൂടപ്പെട്ടിരിക്കുന്നതിനാൽ അതവർക്ക് അനുഭവപ്പെടുന്നില്ല. ഒറ്റ പോയിന്റിൽ നമ്മുടെ ലക്ഷ്യവും മാർഗവും എല്ലാ കാര്യവും ഗുരുജി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വേണമെങ്കിൽ നോക്കാം, എന്താ നമ്മുടെ ലക്ഷ്യം? ആ പരമാത്മാവിനെ അറിയിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം. മാർഗം എന്താണ്? രണ്ട് പ്രശ്നങ്ങളുണ്ട്. എന്താണ്? അജ്ഞാനമുണ്ട്, മനോമലമുണ്ട്. ഇതിനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ വരും. അടുത്ത ശ്ലോകത്തിൽ അത് വിശദീകരിക്കുന്ന കാരണം ഞാനിത് കൂടുതൽ പറയുന്നില്ല. ഓക്കെ, എന്താണ് പരമാത്മ? എന്താണ് സുപ്രീം സെൽഫ്. ഓക്കെ, എന്താ സുപ്രീം സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്നാണ്? ദേശ
കാല വസ്തു പരിച്ഛിന്നൻ അല്ലാത്ത, അതായത് എല്ലാത്തിനും ഉപരിയായിട്ടുള്ള ആ ഒന്ന്, ആ ഒന്ന് പരമാത്മാ. ഈ പരമാത്മാവിന്റെ സ്വരൂപം എന്താണ്? ആ പരമാത്മാവിന്റെ സ്വരൂപം അദ്വയം ആനന്ദത്തോട് കൂടിയതാണ്. അതായത് നമ്മുടെ ആനന്ദം എന്താണ്? ദ്വയാണ്. ദ്വയം എന്ന് പറഞ്ഞാൽ എന്താണ്? വേറെന്തെങ്കിലും ഡിപ്പെൻഡഡ് ആണ്, അല്ലേ? നമുക്കൊക്കെ എന്നാ സന്തോഷം, നിങ്ങളൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമായി. കാര്യം ഞാൻ പറയുന്നതിനനുസരിച്ച് ഇപ്പൊ ഞാൻ വളരെ കലിപ്പായിട്ട് ഭയങ്കര ദേഷ്യത്തോടുകൂടി നിങ്ങൾ ഇങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സുഖമൊന്നും കാണത്തില്ല അവിടെ ഇരിക്കാൻ. അങ്ങനല്ല സ്വാമി, എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നല്ല നിങ്ങൾ പറഞ്ഞാലും അത്ര സുഖം കാണില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ആനന്ദം ഡിപ്പെൻഡന്റ് ആണ്. വേറെന്തെങ്കിലും ഒരു കാര്യത്തിനോട് നമ്മുടെ ആനന്ദം, നമ്മുടെ സന്തോഷം ഡിപ്പെൻഡന്റ് ആണോ അല്ലയോ? ആണ്. പല കാര്യങ്ങളോടും ഡിപ്പെൻഡന്റ് ആണ്. പക്ഷേ ഇവിടെ അദ്വയാനന്ദ പരമാത്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പരമാത്മസ്വരൂപി അദ്ദേഹം അദ്വയമായിട്ടുള്ള ആനന്ദത്തോട് കൂടിയതാണ്. ഓക്കെ. നമ്മുടെ ആനന്ദം വസ്തു, ആള്, സിറ്റുവേഷനിലെല്ലാം ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ സത്യത്തിൽ ആ ആത്മാനന്ദം അല്ലെങ്കിൽ ഈ പരമാത്മാവ് എങ്ങനെയാണ്? ആ പരമമായിട്ടുള്ള ആനന്ദ സ്വരൂപിയാണ്. തെറ്റിദ്ധരിക്കല്ലേ, നമ്മളെ പറ്റിയാണ് ഈ പറയുന്നത്. നമ്മളൊക്കെ ആരാണ്? വേറൊന്നിലും ഡിപ്പെൻഡന്റ് അല്ലാതെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഇരിക്കേണ്ടവരാണെങ്കിലും ഇപ്പൊ നമ്മൾ ദ്വയാനന്ദകളാണ്. ഇപ്പൊ ഈ അക്ഷരത്തെറ്റ് വന്നേക്കുന്ന കണക്കാണ്, നമ്മൾ ദ്വയാനന്ദന്മാരാണ്. അത് നമ്മൾ വൃത്തിയായിട്ട് മനസ്സിലാക്കി നമ്മൾ അദ്വയാനന്ദമാണ് എന്ന് മനസ്സിലാക്കണമെന്നാ. ഓക്കെ, ശരി. എന്നിട്ടോ ഈ ആത്മാവ്, ഈ ആനന്ദസ്വരൂപി എവിടെ ഇരിക്കുന്നേ? നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മുടെ ഉള്ളിലാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കും. അങ്ങനെ നോക്കാൻ പറ്റും. ഇനിയോ എല്ലായിടത്താണ്. ഓക്കെ. എന്നാ സർവഭൂതസ്ഥിത, എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നു. ഹൃദയം എന്ന് പറയുമ്പോൾ അറിയാതെ നമ്മുടെ കൈ ഇങ്ങോട്ടേക്ക് പോകും. ഈ ഹൃദയം അല്ല, നമ്മുടെ കോറില്, നമ്മുടെ എസെൻസ് എന്താണ്? ഈ ആനന്ദമാണ്. പക്ഷെ നമുക്കിത് അറിയുന്നുണ്ടോ? ഇല്ല. അതാണ് നമ്മുടെ പ്രശ്നം. ആലോചിച്ച് നോക്കൂ. സിമ്പിളായിട്ട് നമ്മൾ ഈ ആനന്ദമൊക്കെ എടുത്ത് മാറ്റി വെച്ചു. നമുക്ക് സന്തോഷത്തോടുകൂടി ഇരിക്കണം എന്നുണ്ട് എങ്കിൽ പുറത്തുള്ള വസ്തുക്കളുടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കണം. നിങ്ങളിത് പലതവണ കേട്ടിട്ടുണ്ടായിരിക്കും, എങ്കിലും ചിന്തിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ കഥ. ഓക്കെ. ഉദാഹരണം പറഞ്ഞാൽ, ഫാന് വേണോ നമുക്ക് സന്തോഷത്തോടുകൂടി ഇരിക്കാൻ? വേണ്ട എന്ന് കഴിഞ്ഞ അരമണിക്കൂർ നിങ്ങൾ പ്രൂവ് ചെയ്ത്. നമ്മളിവിടെ ഫാൻ ഇട്ടിട്ടില്ല, ഇവിടെ AC ഉണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ കേരളത്തിലായിരുന്നെങ്കിലോ? ഇപ്പൊ പറഞ്ഞപ്പോൾ ഈശ്വര ചൂടെടുക്കുന്നുണ്ടല്ലേ. നമുക്ക് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇടാം. പക്ഷെ ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയാണ്, നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ ആനന്ദത്തിനെ ബാധിക്കുന്നുണ്ടോ? സത്യം പറയണം, ബാധിക്കുന്നുണ്ടോ? ഉണ്ട്. ഇല്ലെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അപ്പം എല്ലാം മൊബൈൽ ഫോൺ മേടിച്ചിട്ട് പറയും 3 ദിവസത്തെ ക്യാമ്പിന് ശേഷം തരാമെന്ന് പറയും. സമ്മതിക്കൂ നിങ്ങൾ ആരെങ്കിലും? ഇല്ല. അപ്പം നമ്മളിൽ ഇപ്പൊ ബാധിക്കുന്നുണ്ട് എന്ത്? മൊബൈൽ ഫോൺ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 20 വർഷം മുമ്പ് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു? ആർക്കും കാണത്തില്ലായിരിക്കും ചിലപ്പോൾ. വേണ്ട, 30 വർഷം മുമ്പ് എത്ര പേർക്ക് ഉണ്ടായിരുന്നു? ആർക്കും ഇല്ലായിരുന്നു. അന്ന് നമുക്ക് സന്തോഷം ഇല്ലായിരുന്നോ? ഓക്കെ. അപ്പൊ മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റത്തില്ലേ? ഇതാണ് പോയിന്റ്. എൻ്റെ മൊബൈൽ ആരും ചോദിക്കരുത്, എനിക്ക് സമയം നോക്കാൻ അത് വേണോ? അത് വേറെ കാര്യം. പക്ഷെ ആലോചിച്ച് നോക്കൂ, ഇതേപോലെ നമ്മൾ കൃത്യമായിട്ട് വിചാരം ചെയ്താൽ നമ്മളിപ്പോൾ നമ്മുടെ സന്തോഷത്തിനെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ സത്യത്തിൽ നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരും. വീണ്ടും ഞാൻ പറയാണ്, മൈക്ക് കെട്ടി ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ്, അവിടെ ഇരുന്ന് കേൾക്കാൻ അതിനേക്കാളും എളുപ്പമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. സർവഭൂതസ്ഥിത, എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഇത് വസിക്കുന്നുണ്ട്. എന്ത്? നമ്മുടെ സ്വരൂപമായിട്ടുള്ള ആനന്ദം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തെങ്കിലും 2 കാര്യങ്ങൾ, അജ്ഞാനം കൊണ്ടും മനസ്സിന്റെ മലം കൊണ്ടും എന്താണ്? നമുക്കിത് അറിയുന്നില്ല. പഞ്ചദശിയില് വളരെ ഗംഭീരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണ്? ഭാനേ അപി അഭാനം. അതായത് അറിയാമെങ്കിലും അറിയത്തില്ല. നമ്മളെല്ലാവരും എല്ലാ ദിവസവും സന്തോഷിക്കാറില്ലേ? എല്ലാ ദിവസവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? മനഃപൂർവ്വം തേടി പിടിച്ച് തോട്ടി കെട്ടി ദുഃഖത്തിലേക്ക് പിന്നെയും പോകും.
നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ചോയ്സ് ഉണ്ട്. നമ്മുടെ സ്വരൂപമാണ് ആനന്ദമെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? പിടിക്കും, വലിച്ചു കെട്ടും. ആലോചിച്ചു. നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ കണക്ക്, അതായത് കൈ ഇല്ലാത്ത ഒരാള് വളരെ ഗംഭീരമായിട്ട് എന്താണ് പെർഫോം ചെയ്തിട്ട് അതിനുശേഷം എന്താണ് അയാൾ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരാളുണ്ട് കോട്ടയത്ത്. ട്രെയിനിൽ നിന്ന് വീണിട്ട് 2 കൈയും പോയ ഒരാളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാള്. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ പറയാ, പുള്ളിക്കൊക്കെ കണ്ട 2 കൈയില്ലാതെ ഹാപ്പിനായി. ഇപ്പൊ നമുക്ക് കൈ ഉള്ളതാടാ നമുക്ക് പ്രശ്നം എന്ന് മനസ്സിലായില്ലേ? എന്തെങ്കിലും കാരണം ഉണ്ടാക്കുമല്ലേ? 2 കൈ, ഇദ്ദേഹം ഈ ഒരു പയ്യനാണ്, എന്നെക്കാളൊക്കെ പ്രായം കുറഞ്ഞ ഒരാളാണ്. ഇയാള് ട്രെയിനിന് അറിയാതെ വീണിട്ട് 2 കൈ പോയി. ഇപ്പൊ അദ്ദേഹം മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ടാണ് പറയുന്നത് നമുക്ക് ഈ കൈയൊക്കെ ഉള്ളതാണ് പ്രശ്നം, കൈ ഇല്ലാത്ത പറഞ്ഞാൽ എന്ത് സന്തോഷം. കാര്യം അദ്ദേഹം പറയുന്ന ഉദാഹരണങ്ങളൊക്കെ എന്താണ്, കൈ ഇല്ലേലും എനിക്കത് ചെയ്യാൻ പറ്റും എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് ഇവന് തോന്നിയോ കൈ ഉള്ളതാണ് അപ്പൊ നമുക്ക് പ്രശ്നം. കൈ ഉണ്ടേലും കൈ ഇല്ലേലും, കാലുണ്ടേലും കാലില്ലേലും, ആരോഗ്യം ഉണ്ടേലും ഇല്ലേലും നമുക്കെന്താണ് സന്തോഷത്തോട് ഇരിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. കാര്യം എന്താ, ഈ പരമാത്മാവായിട്ടുള്ള എന്താണ് അദ്വയാനന്ദ ആനന്ദം എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ഉള്ളില് നമ്മുടെ സ്വരൂപമായിട്ടുണ്ട്. പക്ഷേ ഇതെന്താ അറിയാൻ മേലാത്തത്? അജ്ഞാനം, മനസ്സിന്റെ മലം. ഈ 2 കാരണങ്ങൾ കൊണ്ട് എന്താണ് നമുക്കിത് അറിയാൻ പറ്റുന്നില്ല. ഞാൻ ആരാണെന്ന് എനിക്കറിയാം, എന്നാൽ ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ ശരിക്കും അറിയത്തില്ല. ഞാൻ ആരാണെന്ന് അറിയാമോ? അപ്പൊ നമ്മൾ തിരിച്ചു ചോദിക്കണം. ആരെങ്കിലും നമ്മളോട് ഇങ്ങനെ ചോദിച്ചാൽ സത്യത്തിൽ ചേട്ടൻ ആരാന്നറിയാവോ എന്ന് ചോദിക്കണം. ആലോചിച്ച് നോക്കൂ, നമ്മള് വളരെ അഭിമാനത്തോടു കൂടി പറയും നമ്മൾ അതീതാണെന്ന്. പക്ഷെ സത്യത്തില് നമ്മൾ ആരാണെന്ന് നമുക്ക് തന്നെ ചിലപ്പോ അറിയില്ല എന്നാണ്. അറിയില്ല. അപ്പം ഇതാണ് നമ്മുടെ എല്ലാവരുടെ അവസ്ഥ. ഗുരുജി കൃത്യമായിട്ട് അതിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. വളരെ പതുക്കെയായിരിക്കും കൊണ്ടുപോവാ. എന്താണ് 2ാമത്തെ ശ്ലോകം? എന്താണ്? ജ്ഞാനേനതു തദജ്ഞാനേ, ജ്ഞാനേനതു തദജ്ഞാനേ നഷ്ടേ ഭാതി സ്വയം ഹി സഹ, നഷ്ടേ ഭാതി സ്വയം ഹി സഹ സത്യമേതത്തദാപീഹ, സത്യമേതത്തദാപീഹ കഷ്ടമേകം ച വർത്തതേ, കഷ്ടമേകം ച വർത്തതേ. ഒരുമിച്ച് വല്ലാം. ജ്ഞാനേനതു തദജ്ഞാനേ നഷ്ടേ ഭാവി സ്വയം ഹി സഹ, സത്യമേതത്തദാപീഹ കഷ്ടമേകം ച വർത്തതേ. ജ്ഞാനേന തത് അജ്ഞാനേ നഷ്ടേ സതി സ്വയം ഭാതി ഏതത് സത്യം തഥാപി ഇഹ ഏകം കഷ്ടം ച വർത്തതേ. എന്താണ്? എന്നിരുന്നാലും ഞാൻ എല്ലാവരുടെ ഉള്ളിൽ ഇരിക്കുന്നതാണ്, ഞാൻ ആ ജ്ഞാനസ്വരൂപി തന്നെയാണ്, ആ അനന്തസ്വരൂപി തന്നെയാണ്. എന്നിരുന്നാലും അറിവിനാൽ അജ്ഞാനം മാറ്റപ്പെടുമ്പോൾ പരമാത്മാവ് സ്വയം പ്രകാശിക്കും. അറിവ് കൊണ്ട്, കറക്റ്റ് ആധ്യാത്മിക അറിവ് കൊണ്ട് ആ അജ്ഞാനം മാറ്റപ്പെടുമ്പോൾ എന്താണ്? സ്വയം ആത്മാവ്, ആ പരമാത്മാവ് പ്രകാശിക്കും. ഉദാഹരണം പറഞ്ഞാല് നമ്മളൊരു ലൈറ്റ് കത്തിച്ചു വെച്ചിരിക്കുകയാണ്. ആ ലൈറ്റിനെ ഒരു കറുത്ത തുണി കൊണ്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത് നമ്മളെ കറുത്ത തുണി എടുത്ത് മാറ്റുമ്പോൾ പിന്നെ നമ്മളൊരു ടോർച്ച് അടിച്ച് നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ആ ലൈറ്റ് അവിടെ കത്തിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ആ ലൈറ്റ് എങ്ങനെയാണോ കത്തുന്നത് അതേപോലെ ഈ മനോമലവും അജ്ഞാനവും മാറ്റിക്കഴിയുന്ന സമയത്ത് ആ പരമാത്മാവ് സ്വയം പ്രകാശിക്കും. സ്വയം പ്രകാശം എന്നെല്ലാം പേര് കേട്ടിട്ടില്ലേ? പ്രകാശം എന്നെങ്കിലും കേട്ടിട്ടില്ലേ പേര്? സ്വയം പ്രകാശം. ഓക്കെ, എന്താ സ്വയം പ്രകാശ്? തന്നെ പ്രകാശം. ഓക്കെ, ഈ വസ്തുത സത്യമാണെങ്കിലും ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാര്യം നമുക്കിത് കിട്ടും, പക്ഷേ അത് കൃത്യമായിട്ട് ഡൈജസ്റ്റഡ് ആയിട്ട് ഉള്ളിലേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. പരമാത്മാവാണ് പരമാത്മാവാണ് പരമാത്മാവാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ് ലോകത്തിൽ? നമ്മളെല്ലാവരും പരമാത്മാവാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ലോകത്ത് ജീവിക്കേണ്ടതെന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ ജീവിക്കേണ്ടത്? സമാധാനത്തോട് ജീവിക്കണം. ക്യൂ നിൽക്കാൻ പോകുമ്പോഴത്തേക്കും ആദ്യം ഈ പരമാത്മാവ് പോകും, എന്നിട്ട് മറ്റേ പരമാത്മാവ് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടാണ് നമ്മളിലെല്ലാവരും ആനന്ദം. അവരാദ്യം തന്നെ പോയി ആ കട്ട്ലേറ്റ് കഴിച്ചു, അവസാനം വന്നപ്പോൾ എനിക്ക് കിട്ടിയില്ല. കിട്ടാത്ത വിഷമിച്ച ആരെങ്കിലും ഉണ്ടോ? കൂടുതൽ വിഷമിക്കണ്ട, ഇന്നലത്തെ കട്ട്ലേറ്റ് ആയിരുന്നത്. ഇപ്പൊ ഒരു സന്തോഷമായി.
നമ്മൾ ഈ വേദാന്തം ജീവിതത്തിലാണ് പ്രാവർത്തികമാക്കേണ്ടത്. എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, എല്ലാം ഈശ്വരൻ തന്നെയാണ്, എല്ലാം ആത്മതത്വം തന്നെയാണ് എന്നറിയുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം ആളുകളോട് ഇടപെടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ച കണക്ക് ക്യൂ നിൽക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം എന്താണ് ഈ ഒരു ബോധ്യത്തോടു കൂടി വേണം നമുക്ക് ഇടപെടാൻ. പക്ഷേ എത്ര തിയററ്റിക്കലി നമ്മളിതിനെ പഠിച്ചാലും ചില സമയത്ത് അത് വിളങ്ങത്തില്ല. കാര്യം എന്നാ പറയുക, ഗുരുജി പറയുന്നത് പോലെ, എന്നിരുന്നാലും അറിവിനാൽ അജ്ഞാനം മാറ്റപ്പെടുമ്പോൾ പരമാത്മാവ് സ്വയം പ്രകാശിക്കുന്നു. ഈ വസ്തുത സത്യമാണ് എങ്കിലും അത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. കാര്യം വെച്ചാൽ നമ്മൾ തിയറിറ്റിക്കലി പലതവണ കേട്ട് പഠിച്ചിട്ടുണ്ട്. എന്ത്, ഞാൻ ആത്മസ്വരൂപിയാണ്, കാണുന്നതൊക്കെ എന്താണ് ആത്മാവ് തന്നെയാണ് എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും ജീവിതാനുഭവങ്ങൾ വരുന്ന സമയത്ത് എന്തു പറ്റും, ഒരു പ്രശ്നം ഉണ്ടാകും. എന്തുണ്ടാകും, നമുക്ക് ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ മനസ്സിലായി പക്ഷെ അത് ജീവിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് വരും. ഇവിടാണ് ഒരു വേദാന്തി അലേർട്ടായിട്ട് നിൽക്കേണ്ടത് എന്നാണ്. ഞാൻ ആനന്ദസ്വരൂപിയാണ് എന്ന അറിവ് കൃത്യമായാൽ ഞാൻ ആനന്ദസ്വരൂപി ആകണം, അതിനനുസരിച്ച് ഞാൻ ജീവിക്കണം. പക്ഷേ അത് വരുന്നില്ല. കാര്യം തിയററ്റിക്കലി ലോജിക്കലി മനസ്സിലാകുന്നുണ്ടെങ്കിലും അത് നടക്കുന്നില്ല. ഇവിടാണ് നമ്മൾ നമ്മുടെ ആധ്യാത്മിക പാത നമ്മൾ അറിയേണ്ടത്, കാണേണ്ടത് എന്നാണ്. എന്താണ് ആധ്യാത്മിക പാത? പറയുക, ചിത്തശുദ്ധിയും ചിത്ത ഏകാഗ്രതയും ശ്രവണ മനന നിധിധ്യാസനങ്ങളിൽ കൂടെ നമ്മൾ ഉയരണം എന്നാണ്. ഈ ഒരു 5 കാര്യങ്ങൾ എന്താ? ചിത്തശുദ്ധി ഉണ്ടാക്കണം, ചിത്ത ഏകാഗ്രത ഉണ്ടാക്കണം, ശ്രവണ മനന നിധിധ്യാസനത്തിൽ കൂടെ ഞാൻ ആനന്ദ സ്വരൂപിയായി മാറണം. എന്താ ചിത്തശുദ്ധി? നമ്മൾ പലതവണ കണ്ടു, ഇനിയും കാണുകയും ചെയ്യും. മനസ്സിൻ്റെ ശുദ്ധിയാണ്. ഓക്കെ, ആധ്യാത്മിക പാതയിൽ ഒരു വ്യക്തി ആദ്യമായിട്ട് ആധ്യാത്മികതയിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യം വേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്താണ്? ചിത്തശുദ്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിൻ്റെ പ്യൂരിറ്റിയാണ് ആദ്യം വേണ്ടത്. എന്താ മനസ്സിൻ്റെ പ്യൂരിറ്റി? സ്വാർത്ഥത ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ആ സ്വാർത്ഥത ഇല്ലായ്മ ആണ് ആദ്യം വേണ്ടത്. അതിന് കർമ്മയോഗ ഇത്യാദി കാര്യങ്ങൾ കാണും. ഇല്ലെങ്കിൽ നമ്മൾ ഈ മനഃശോധനം എന്ന് പറയുന്ന ഈ കൃതി പഠിക്കുന്നത് തന്നെ എന്തിനാണ്? ഈ ചിത്തശുദ്ധിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെയോ ചിത്ത ഏകാഗ്രത വേണം. ആ ചിത്ത ഏകാഗ്രതയ്ക്ക് ഉപാസന ഇത്യാദി കാര്യങ്ങൾ കാണും. പിന്നെയോ ചിത്തശുദ്ധിയും ചിത്ത ഏകാഗ്രതയ്ക്കും ശേഷം ഞാൻ ആരാണ് എന്നുള്ളത് അറിയണം. അതിന് ഗുരുവിൻ്റെ അടുക്കൽ പോയി ഗുരുവിൽ നിന്ന് ശ്രവിക്കണം എന്നാണ്. അപ്പോൾ ഗുരു പറയുന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചിത്തശുദ്ധിയും ആവശ്യത്തിന് ചിത്ത ഏകാഗ്രതയും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഗുരു പറയുന്ന ആ അറിവ് വിളങ്ങും, കത്തും. നമുക്ക് അത് കത്തിയതായിട്ടുള്ള അറിവ് നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിലിട്ട് വിചാരം ചെയ്ത് അത് നമുക്ക് ലോജിക്കലി കൺവിൻസിങ് ആകും. അങ്ങനെ ലോജിക്കലി കൺവിൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് നിധിധ്യാസനത്തിൽ കൂടെ, ധ്യാനത്തിൽ കൂടെ അതെൻ്റേതാക്കി മാറ്റണം. അങ്ങനെ ആക്കുന്ന സമയത്ത് മാത്രമേ എനിക്ക് ഈ രീതിയിൽ ലോകത്തിൽ ഇടപെടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കേൾക്കും എന്താണ്? ഞാൻ പൂർണ്ണനാണ് എന്ന് കേൾക്കും, എന്നിട്ടോ അപൂർണതയിൽ ജീവിക്കുകയും ചെയ്യും. എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്. നമ്മൾ പറയത്തില്ലേ, കയ്യിൽ പേഴ്സിൽ പൈസ ഉണ്ട്, പക്ഷേ നമുക്ക് ചിലവാക്കാൻ പറ്റില്ല. കാര്യം എന്നാ? കയ്യിൽ പേഴ്സിൽ പൈസ ഉണ്ടെങ്കിലും പേഴ്സിൽ പൈസ ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അതാണ് എൻ്റെ പ്രശ്നം. കാര്യം എന്നാ? അത് ഒരു ഒളിഞ്ഞിരിക്കുന്ന കള്ളിയിലാണ് എന്നാ. അതേപോലെ ഞാൻ സത്യത്തിൽ ആനന്ദ സ്വരൂപിയാണ്, പൂർണ്ണനാണ് എങ്കിലും ഞാനിപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിനെ നമ്മൾ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഗുരുജി പറയാ? ജ്ഞാനേന തദജ്ഞാനേ അഷ്ടേ ഭാതി സ്വയം ഹി സഹ സത്യമേത തഥാവിഹം കഷ്ടമേകം ച വർത്തതെ. അതെ, വസ്തുത സത്യമാണ്. എന്ത്? പരമാത്മാവ് സ്വയം പ്രകാശിക്കും. എപ്പോൾ? നമ്മുടെ അറിവിനാൽ അജ്ഞാനം മാറ്റപ്പെടുമ്പോൾ പരമാത്മാവ് സ്വയം പ്രകാശിക്കുമെന്നുള്ള അറിവ്, ആ കാര്യം സത്യമാണ് എങ്കിലും അത് നമുക്ക് മനസ്സിലാക്കാൻ
അത് ജീവിക്കാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. കാര്യം എന്നാ, നമ്മുടെ വാസനാമാലിന്യങ്ങൾ കാരണവും നമ്മൾ വേണ്ട രീതിയിൽ എഫേർട്ട് എടുക്കാത്തത് കാരണം. ഈ ഒരു ചെറിയ പോർഷൻ നമ്മൾ നേരത്തെ ഇത് റെക്കോർഡ് ചെയ്ത സമയത്ത് എന്തോ ടെക്നിക്കൽ ഗ്ലിച്ച് കാരണം ഒരു ചെറിയ പോർഷൻ, അതായത് ഇതൊന്ന് എൻഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ആ ഒരു ലാസ്റ്റ് പോർഷൻ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ്. എന്നാൽ ഇതേ ശ്ലോകം തന്നെ അടുത്ത പ്രഭാഷണത്തിൽ ഇതേ ശ്ലോകത്തിനെ കുറച്ചും കൂടെ ഇതായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത പ്രഭാഷണത്തിൽ, അടുത്ത ടോക്കിൽ നമുക്ക് കാണാം.